അങ്ങനെ നമ്മൾ ചെന്നൈയിൽ പൂക്കൾ. This is for you. എവിടെ തൊപ്പിച്ചു ഇത്രയും കറക്റ്റ് ആയുള്ളൊരു കറക്റ്റ്. അതെന്നെ കഥ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ചോദ്യം ഞാൻ പൂക്കളായിട്ട് തുടങ്ങാന്ന് ഞാൻ വിചാരിച്ചത്. ഈ വീഡിയോ വരാനുള്ള അങ്ങനത്തെ ഒരു ഐഡിയ വരാനുള്ള പ്ലാൻ എന്തായിരുന്നു? സത്യം പറഞ്ഞ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തോന്നല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഓക്കെ ഐ റിയലി എൻജോയ് ഡൂയിങ് ദിസ്. അതായത് ഒരു ഐഡിയനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു ടാഞ്ചിബിൾ പ്രോഡക്റ്റ് ആക്കുന്നത് സംതിങ് ഐ റിയലി എൻജോയ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ തോന്നല് കഴിഞ്ഞപ്പോഴും എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താ ഡയറക്റ്റ് ചെയ്യുന്നത്, ഇനി എപ്പോ ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ ഉത്തരം ക്ലിയർ ആയിരുന്നു. അതായത് തോന്നലും വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അതുപോലെ എന്റെ ഉള്ളിൽ ഓർഗാനിക് ആയിട്ട് ഐഡിയ എപ്പോ വരുന്നോ നമുക്ക് അപ്പൊ അതിനെ എന്റർടൈൻ ചെയ്ത് നമുക്ക് വലുതാക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് ഏതോ ഒരു പോയിന്റിൽ ഇങ്ങനെ ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഡു സംതിങ് ബട്ട് ലെറ്റ് മീ ജസ്റ്റ് വെയിറ്റ് ഫോർ ദി ഐഡിയ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ ഏതോ ഒരു സുപ്രഭാതത്തില് ഇങ്ങനെ ഒരു ഐഡിയ വന്നു. എന്തോ പെട്ടെന്ന് എനിക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നത്, സേഫ് ആക്കി വെക്കുന്നത്, ഹാർഡ് ഡിസ്കിൽ ഇട്ട് വെക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഇതെനിക്ക് എന്റെ ഹരമുള്ളൊരു എനിക്ക് ഭയങ്കര ഹരമാണ് ഇതൊക്കെ. അപ്പോ അതങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കിങ്ങനെ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്ന തോട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ എടുത്ത് വെക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരുപാട് ഏജ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് കാണുമ്പോൾ ആ ഒരു വിഷ്വൽ എന്റെ മനസ്സിൽ വന്നു. അപ്പൊ തന്നെ അത് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റിയ, പിന്നെ എന്റെ മിഷ, ഇവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തപ്പോ അവരെല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നമ്മള് ബിൽഡ് ചെയ്ത് അങ്ങനെ വന്ന ഒരു ഐഡിയ ആണ്. ഈ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ചെറിയൊരു ഹോംവർക്ക് നടത്തി. അപ്പൊ ഞാൻ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ബാക്കിൽ നിന്നാണ് വർക്ക് ചെയ്തത്. ഐ മീൻ യു നെവർ ഹാഡ് എനിത്തിങ്. ഈ ഫോട്ടോസ് കണ്ടപ്പോഴാണ് മ്യൂസിക്കിലേക്ക് ഒരു ഐഡിയ വന്നെന്ന് തോന്നി. അങ്ങനെയായിരുന്നു. We've always had a lot of കൊച്ചിയിലത്തെ ഫോട്ടോസും വീഡിയോസും. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം മൊത്തം അതാ അപ്പൊ ഇത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ലാത്ത എന്ത് തപ്പി കണ്ടുപിടിക്കുന്നൊക്കെ ഞാൻ ആലോചിച്ചു. തപ്പിയിട്ട് കാര്യമില്ല, ഉള്ളതെല്ലാം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതിന് ലൈക്ക് ആൾക്കാർക്ക് കണ്ടിട്ടുള്ള ഒരു ഫുട്ടേജ് ഇങ്ങനത്തെ ഒരു സിനിമാറ്റിക് പെർസ്പെക്ടീവിൽ കാണുമ്പോൾ ഒരു തോന്നും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു യങ് ഏജിലുള്ള ഒരു സാധനം നമ്മൾ കുറെ വർഷം കഴിഞ്ഞിരുന്ന് കാണുമ്പോൾ ആ ഫീലിംഗ് എന്താ, ആ ഒരു തോട്ട് ഞാൻ നിമിഷിനോട് പറയുമ്പോൾ നിമിഷാണ് പെട്ടെന്ന് പറഞ്ഞത്, ലിസൺ ഡൂഡ്, വൈ ഡോണ്ട് യു ഡു ദിസ് വിത്ത് യു ആൻഡ് ഹൻസിക ബിക്കോസ് യു ഹാവ് സോ മച്ച് ഓഫ് കോണ്ടന്റ്. അങ്ങനെയാണ് പെട്ടെന്ന് ഹൻസിക എന്നുള്ള ഐഡിയ വന്ന്, സിസ്റ്റർഹുഡ് എന്നുള്ള ഐഡിയ വന്ന്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഞാൻ ഈ പറയുന്ന ചെറുപ്പകാലം ഞാൻ ആദ്യമായിട്ട് അഹാനെ കാണുന്നത് കിച്ചുവിന്റെ ഒക്കത്തിൽ ഇരുന്നിട്ട് ആര്യനിവാസിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് തമ്പാനൂര് സിന്ധു കൃഷ്ണകുമാറും. അപ്പൊ ഇതിന്റെ മകളാണ് അഹാന എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നല്ല പേര്. അന്ന് അങ്ങനെ ഈ പേര് കേട്ടിട്ടില്ല. അന്നാണ് എനിക്ക് തന്റെ ആ കൊച്ചിലെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കെന്ന് വെച്ചാൽ ഞാൻ എന്താ വിളിക്കുന്നത്, ചേച്ചി എന്നാണോ ആന്റി എന്നാണോ? ചേച്ചി അപ്പൊ ഈ ഹൻസികയായിട്ടുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് അതിൽ കാണുന്നുണ്ട്. മീൻസ് ദാറ്റ് അപ്പൊ ഈ അനിയത്തിക്കുട്ടിയായിട്ട് നിങ്ങൾ ഒരുപാട് റീൽസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു വേറൊരു എന്താ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഹൗ ദ ഈ ഒരു ചേച്ചി അനിയത്തി ഓൺ സെറ്റ് ആൻഡ് ചേച്ചി ഡയറക്ടറും? സത്യം പറഞ്ഞാ ഇതിപ്പോ ഒരു 30 ദിവസത്തെ ഷൂട്ടും കുറച്ചുകൂടി അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഇത്രയും ഒരുപാട് അത് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആസ്പെക്റ്റിൽ എനിക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു 1 മാസത്തിലൊക്കെ നടക്കുന്ന കുറച്ചുകൂടി റിലാക്സ്ഡ് ഷൂട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ഓവർ അനലൈസ് ചെയ്യാൻ സെറ്റിൽ ഒരു സമയം കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം ഐ എം ആക്ടിങ് ഇൻ ഇറ്റ്, ഐ എം ഡയറക്ടിങ് ഇറ്റ്, ഐ എം പ്രൊഡ്യൂസിങ് ഇറ്റ്. സോ ഐ ജെന്യുവൻലി ഡിഡ്ന്റ് ഹാവ് ദ ടൈം ടു ജസ്റ്റ് സിറ്റ് ആൻഡ് ബി ലൈക്ക് എങ്ങനെയുണ്ട്, അത്രയൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. കാരണം ഒരു ഇച്ചിരി ഡിലേ ആയാലും എന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കാശ് ആവുമല്ലോ. അപ്പൊ നമ്മൾ ടപ്പ എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, ഹൻസികേനെ ഒരു ആക്ടർ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത്. കാരണം നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അവർക്ക് ഡെലിവർ ചെയ്യാൻ അറിയാം. And at the end of the day, that is what is most important. പിന്നെ ഇപ്പം ഓൺ സിസ്റ്റർ ആയതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ ഇപ്പം ജസ്റ്റ് അവളിങ്ങനെ കിടന്നുറങ്ങുമ്പോ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന അതൊന്നും അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നില്ല. അവളത് കടൽ ചെയ്യുന്നതുണ്ട് ആ സമയത്ത്. ഇങ്ങനെ ആവുന്നുണ്ട്. അതുമാതിരി ആദ്യത്തെ സിനിമ 100 വാക്ക് അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് വഴക്ക് പറയുന്നത്, ഇപ്പൊ ഒരു ഉമ്മ കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് നാച്ചുറലി വരുമല്ലോ. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാള് അയ്യോ ഞാൻ ഉമ്മ തരും കേട്ടോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ ഉണ്ടാക്കണമെങ്കിലും, കാരണം ഇത് റിയൽ ലൈഫുമായിട്ട് നമ്മളുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. അപ്പൊ ഇറ്റ് വാസ് വെരി ഈസി. പിന്നെ ഷൂട്ട് ചെയ്യുന്നതും അസിസ്റ്റന്റ് എന്റെ ഡയറക്ടർ ടീമായിട്ട് വർക്ക് ചെയ്തിരുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ. അപ്പൊ മൊത്തം പരിചയക്കാരാ. പാട്ടും അപ്പൊ ചുമ്മാ ഒരു ഔട്ടിങ്, ആക്ച്വലി പൂക്കൾ ഔട്ടിങ് ആണ്. പക്ഷെ താങ്കൾ ഡയറക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ചില സമയത്ത് ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് യു ഹാവ് ടു ഹാൻഡിൽ ദാറ്റ് സ്റ്റോറി വെൽ. എന്റെ കൂടെ എന്ന ഡയറക്ഷൻ. അപ്പൊ ചില സമയത്ത് 2 പേരാണ് താങ്കൾ ഇതില്. നിങ്ങൾ ആക്ടർ ഡയറക്ടർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നോ?
ഇങ്ങനെ ചെയ്താൽ മതിയോ, ഇത്ര മതിയോ, അതോ ഇത് മതിയോ? പക്ഷെ നോട്ട് ഡ്യൂറിംഗ് ഷൂട്ട്. കാരണം ഇതിപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റും ഐഡിയാസ് എല്ലാം ഒരു 1 year മുമ്പേ എഴുതി വെച്ചു. സോ അപ്പൊ തൊട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇതിൽ ഫുള്ളി ഇൻവോൾവ് ആണല്ലോ. നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഇതിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതൊക്കെ. കാരണം ഷൂട്ടിന്റെ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ഭയങ്കര ഫെമിലിയർ ആണ്. അപ്പം ഇപ്പൊ ആ ഒരു പോട്ട് പൊട്ടുമ്പോ ചെയ്യുന്ന എക്സ്പ്രഷൻ ഒക്കെ ഞാനൊരു 1 വർഷമായിട്ട് എപ്പോ വണ്ടിയിൽ ഓടിച്ചു പോകുമ്പോ പാട്ട് കേട്ടാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഡയറക്ടറായ ഞാൻ ആക്ടറായ എന്നോട് അപ്പൊ ഒന്ന് സംസാരിക്കേണ്ടി വന്നില്ല. കുറെ നാളായിട്ട് ഇത് തന്നെയാണല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി. അതെ, ആ പൂക്കളുടെ വീഡിയോ കണ്ട് ഇറങ്ങുന്ന ഒരാൾക്ക് അഹാന മനസ്സിൽ വിചാരിച്ച അതേ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ആൾക്കാർക്ക് കിട്ടുക, അത് വേറെ എന്തെങ്കിലും കിട്ടണം എന്നാണ് ആഗ്രഹം. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ നടക്കാവുന്ന ഒരു 2 റിലേഷൻഷിപ്സ് ഉള്ളതിലും. അതുമാതിരി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൺഫ്ലവറിൽ എന്താ അതിൽ ബന്ധം? സൺഫ്ലവറിൽ ആരാണ് വിഷങ്ങൾക്ക് തന്നെ അങ്ങനെ സൺഫ്ലവർ എന്ന് പറയുന്ന സാധനത്തിൽ ഈ ഒരു കഥയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫൈനലിലെല്ലാം ഐഡിയാസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണല്ലോ എന്നിട്ട് നമ്മൾ പിന്നെ ബിൽഡ് ഓൺ ചെയ്യുമല്ലോ. വാട്ട് ആർ ദി എലിമെന്റ്സ് വി കൻ ബ്രിങ് ഇൻടു ഇറ്റ്. ഇറ്റ് വാസ് വെരി ഓർഗാനിക്. അതായത് എല്ലാം കഴിഞ്ഞപ്പോൾ നിമിഷ് വാസ് ദ വൺ ഹൂ സെഡ് ലിസൺ, നമുക്ക് വിഷ്വൽ നാരേറ്റീവിലേക്ക് നമുക്ക് ഒരു ഫ്ലവർ കയറ്റാം. ഐ എം ഒബ്സെസ്ഡ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ജനറൽ. അതെ, എനിക്ക് പൂക്കൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഫ്ലവർ വാസിൽ പൂട്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഐ ലൈക്ക് ഗിഫ്റ്റിംഗ് ഫ്ലവേഴ്സ് ടു പീപ്പിൾ. ഐ എം എ വെരി ഫ്ലവർ പേഴ്സൺ. ലെറ്റ്സ് ബ്രിങ് എ ഫ്ലവർ ഇൻ ടു ദിസ് നാരേറ്റീവ് എന്ന് പറഞ്ഞു. സോ വി വർ ലൈക്ക് ഓക്കെ. അപ്പൊ നമ്മളിരുന്ന് ആലോചിക്കുക ഏത് വേണം, ലില്ലി വേണോ റോസ് വേണോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ബോംബെയിൽ ഷൂട്ടിന് പോയ സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റിയ ഇതില് എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. റിയ വെറുതെ അന്ന് രാവിലെ അവര് സ്പോട്ട് എത്തി, ഞാൻ സ്പോട്ടിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും ഹൻസും വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ റിയ വെറുതെ എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് തരാൻ വേണ്ടി ഒരു സൺഫ്ലവർ റോഡ് സൈഡ് വെൻഡറിന്റെ മേടിച്ച് വെച്ചിരുന്നു. അപ്പൊ ഷൂട്ട് ചെയ്തോണ്ട് നമ്മൾ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ, ഇതിന്റെ ഷോട്ടിൽ വെച്ചാലോ, അങ്ങനെ വെച്ചു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മൾ വെച്ചാൽ എന്നാ പിന്നെ നിമിഷ് പറഞ്ഞ പൂവായിട്ട് നമുക്ക് സൺഫ്ലവർ ആഡ് ചെയ്താലോ, ഓക്കെ. എന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് വന്നേ. പിന്നെ 1 കിലോ സൺഫ്ലവർ അങ്ങ് വാങ്ങി ആ വീട്ടിലെ മുക്കിലും മൂലയിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ അതിനെ വി ബ്ലെൻഡഡ് ഇൻടു ദി നാരേറ്റീവ്. സൺഫ്ലവർ എടുത്തു. അങ്ങനെ സോ ഇറ്റ് വാസ് ഓൾ തിങ്സ്. കാരണം ഇതിലിപ്പോ ഞാൻ വർക്ക് ചെയ്തതെല്ലാം നമ്മൾ എന്നും ഹാങ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ എവരിബഡി ഹാസ് എ ലോട്ട് ഓഫ്, ഇറ്റ്സ് എ വെരി കൊളാബറേറ്റീവ് പ്രോസസ്. ലൈക്ക് എല്ലാവരും അവർക്ക് എന്തെങ്കിലും അഭിപ്രായം തോന്നുമ്പോൾ പറയും, and then you know we'll all discuss it, we'll incorporate it. അങ്ങനെ അപ്പൊ ഈ സൺഫ്ലവറിന്റെ ഐഡിയ ആണെങ്കിലും അങ്ങനെ വന്നതാ. നമ്മളിരുന്ന് സംസാരിച്ചു ചുമ്മാ. അടിപൊളി. അതോടെ നിമിഷ് പറഞ്ഞ സൺഫ്ലവർ നിമിഷ് ഫ്ലവർ പറഞ്ഞു, റിയ സൺഫ്ലവർ. വെരി ഗുഡ്. താങ്കൾ ഇതിപ്പോ സെക്കൻഡ് ഔട്ടിംഗ് അല്ലേ ആസ് എ ഡയറക്ടർ? തോന്നൽ കഴിഞ്ഞ ഈ പ്രോസസ്സിൽ അവനെ പറ്റി ചെറുതായിട്ട് ഒരു പുതിയ ഡിസ്കവറി ഉണ്ടായിട്ടുണ്ടോ? ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ കൊളാബറേറ്റർ? As a collaborator, I think I understood that I am a very collaborative person. ഇപ്പൊ എനിക്ക് എന്താ പറയാ, നാളൊരു സാധനം നന്നായി ചെയ്തിട്ട് അതിന്റെ മൊത്തം ക്രെഡിറ്റ് എനിക്ക് കിട്ടണം, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, നല്ല എനർജി ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും I mean, I'm the one spending on it, but I would make sure that I'm very lavish with it. ഇപ്പം എന്നത്തെ ഫുഡ് എനിക്ക് ഷൂട്ട് നന്നായി നടക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് അന്നത്തെ ഫുഡ് എന്താണ്, ഫുഡ് മെനു എന്താണെന്നൊക്കെ ഉള്ളത് ഐ റിയലി ബോദർ. I'm like അപ്പവും ചിക്കൻ സ്റ്റൂ, വേറെ എന്ത് വേണം, ഇന്ന് ഇടിയപ്പം വേണം. ഐ ബിലീവ് ദറ്റ് നമ്മളൊരു സ്ഥലത്തെ എനർജി നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെയും ഓറ ബെറ്റർ ആവും, എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട്. അടിയെന്നുള്ള സിനിമയ്ക്ക് വേണ്ടിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ദുൽഖറിന്റെ അവിടുത്തെ ഓറ നന്നാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ അങ്ങനെയാ ചെയ്തത്. ഐ വുഡ് ഫസ്റ്റ് എൻഷുർ ദാറ്റ് എവരിബഡീസ് ഈറ്റിംഗ് ഫുഡ്, എവരിബഡീസ്, അപ്പൊ എല്ലാവരും ഹാപ്പിയാ, പിന്നെ നടക്കേണ്ട വർക്ക് നന്നായിട്ട് നടക്കും. സോ ദാറ്റ് ഈസ് സംതിങ് ഐ അണ്ടർസ്റ്റുഡ് അബൌട്ട് മൈസെൽഫ്. വെരി നൈസ്. എനിക്കിപ്പോ ഓർമ്മ അന്ന് തോന്നലല്ലേ ഈ ഒരു സീരീസ് ഓഫ് ഫ്ലവേഴ്സിന്റെ ഒരു ലോങ് ഷോട്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് നല്ല. ഞാൻ പണ്ട് ഇത് ഞാൻ കൊറോണ സമയത്ത് പക്ഷെ അതാ ഞാൻ ഫ്ലവേഴ്സ് ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യം. ഈ സിനിമയിൽ ഇപ്പൊ ഞാൻ ഈ സോറി ഞാൻ സിനിമ എന്ന് പറയാം, ഈ വീഡിയോയില് നമ്മള് ഓഡിയോ എടുത്ത് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഒരാളിത് കാണുമ്പോ അവർക്ക് കിട്ടാവുന്ന ഒരു സ്റ്റോറി ലൈൻ ഏതായിരിക്കും വിത്തൗട്ട് ഓഡിയോ? പൂക്കൾ എന്നുള്ള പാട്ട് അടിയായി തിരിച്ചു പാച്ചപ്പായി മനുഷ്യബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിന്ന് വരും, എസ്പെഷ്യലി വീട്ടുകാരാകുമ്പോ. അപ്പൊ ഇത് എന്നോട് ഇതും നിമിഷം പറഞ്ഞെങ്കിൽ ജാപ്പനീസ് ഒരു ഫിലോസഫി ഉണ്ട്. ഒരു ജാപ്പനീസ് ആർട്ടാണ് ആക്ച്വലി കിൻസുക്കി എന്ന് പറയുന്നത്. അതില് ബേസിക്കലി ഇപ്പൊ ജപ്പാനിൽ ഇറ്റ് ഇസ്, ഐ മീൻ ഫ്രം വാട്ട് ഐവ് ഹേർഡ്, അവിടെ എന്തൊരു സെറാമിക് ക്രോക്കറി അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ക്രോക്കറി അല്ല ഒരു വാസ് ആവട്ടെ, എന്ത് ബ്രേക്ക് ആയാലും അവർ മോൾട്ടൺ ഗോൾഡ് വെച്ചിട്ട്
fill the cracks and they'll stick it together. Nice. അപ്പൊ അതിൽ നിന്ന് അവര് ജീവിതത്തിലേക്ക് എടുക്കുന്ന ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാലും ഹ്യൂമൻ റിലേഷൻഷിപ്സ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇഫ് സംതിങ് ബ്രേക്സ് നമ്മൾ അതിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു കൻ ഓൾവേസ് മെൻഡ് ഇറ്റ്, യു കൻ ഓൾവേസ് ഫിക്സ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് സംതിങ് ബെറ്റർ. കാരണം ഇതിൽ നമ്മുടെ ആ ബ്ലാക്ക് കളർ ആയിട്ടിരുന്ന ആ പോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഗോൾഡ് ലൈൻസ് വരുമ്പോഴത്തേക്കും ഇറ്റ് ലുക്സ് ലൈക്ക് എ ബെറ്റർ തിങ്. അപ്പൊ ഹ്യൂമൻ റിലേഷൻഷിപ്സും അങ്ങനെയാണല്ലോ. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ സിബ്ലിംഗ്സിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്. സിബ്ലിംഗ്സ് മാത്രമല്ല, എനി ക്ലോസ് പേഴ്സൺ ഫോർ ദാറ്റ് മാറ്റർ. നമ്മൾ ഈ ഗ്രോ ത്രൂ വാട്ട് യു ഗോ ത്രൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെയും അവരുടെയും റിലേഷൻഷിപ്പും സ്ട്രോങ്ങർ ആവും. നമ്മുടെ നാട്ടിൽ വേറൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്, അതായത് ഏച്ചുകുട്ടിയെ മുളച്ചിരിക്കുന്നു. പക്ഷെ അത് ശരിയല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ബെറ്റർ. ഇതന്നെ ഇപ്പൊ വാസിന്റെ എക്സാമ്പിൾ ക്ലോസ് ഷോർട്ടിൽ അവളത് ചെയ്തിട്ട് പോകുമ്പോ. ആൻഡ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആസ് എ ആക്ടർ ഈ ജേർണിയിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡിറക്ഷൻ, ഇത് when did this come through? Okay, fine, I can do it. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഹാസ് പ്ലേഡ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. കാരണം ഞാൻ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പം എപ്പോഴും ഈ വക കലാപരിപാടികളോടൊരു ഇൻക്ലിനേഷനും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പണ്ട് തൊട്ടേ എനിക്ക് ഫോട്ടോ എടുക്കാൻ, വീട്ടിലെല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് അതൊക്കെ താല്പര്യമാണ്. പക്ഷെ യൂട്യൂബിൽ അത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് മീ, സെയിങ് ഓ യുവർ എഡിറ്റിംഗ് ഇസ് നൈസ്, യു ഹാവ് ഇറ്റ് ഇൻ യു ടു ബി എ ഫിലിം. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇവിടെ, അങ്ങനെ. അപ്പം ഈ വ്ളോഗ്സ് എൻ്റെ ചെയ്താണ് ഞാനും റിയലൈസ് ചെയ്തത്. ഓ ഓക്കെ, ഐ എൻജോയ് ഇറ്റ്. ഒരു ഐഡിയനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ വ്ളോഗ്സ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മിക്കതും ഷൂട്ട് ചെയ്യുന്ന, എഡിറ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി അതിനും കൂടി കുറച്ച് പേരുടെ പിടിച്ചു വെക്കണ്ടേ, അതൊക്കെ എനിക്കടാ ഇപ്പൊ എല്ലാം ഒറ്റയ്ക്കാ ചെയ്യുന്നത്. അപ്പം അത് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് ഐ മീൻ ആ ഒരു ഈ വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ. ആൾക്കാരത് നല്ലതാന്ന് പറയുമ്പോ ഓക്കെ, മേ ബി അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും, അങ്ങനെ തോന്നിയതാണ്. പിന്നെ എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഇപ്പം സിനിമാറ്റോഗ്രാഫർ ഉണ്ട് നമ്മുടെ ടീമിലെ, എഡിറ്റർ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണ് മിഥുൻ എഡിറ്റർ ആണ്. അപ്പം ഇങ്ങനെ ടെക്നിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉള്ളപ്പോൾ നമുക്ക് ഈസിയർ ആണ്. ഇപ്പൊ എനിക്കൊരു ആശയം മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഇവരോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് അറിയായിരിക്കും. അപ്പം ഇവരൊക്കെ കൂടി ചുറ്റിനും ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പൂക്കൾ ചെയ്യുമ്പോൾ ആസ് എ ഡയറക്ടർ ചില സമയത്ത് ഇമോഷനിലേക്ക് സ്ഥാനം കൂടുതൽ കൊടുത്തു, പെർഫെക്ഷനിലേക്ക് വേണ്ട. ആസ് എ ഡയറക്ടർ യു നീഡ് പെർഫെക്ഷൻ, പക്ഷെ ആസ് എൻ ആക്ടർ യു നീഡ് ഇമോഷൻ. അപ്പൊ ഇമോഷൻ ഓവർ പെർഫെക്ഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ? ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഇരുന്ന് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ 5 ദിവസം ഷൂട്ട് ചെയ്തു. 2 ദിവസം ബോംബെയിലും 3 ദിവസം ബാക്കിയുള്ള കൊച്ചിയല്ല ട്രിവാൻഡ്രത്ത് ബാക്കിയുള്ള. സ്വന്തം തിരുവനന്തപുരം വിടൂല അല്ലേ? ട്രിവാൻഡ്രത്തെല്ലാം ഉണ്ടല്ലോ, ഇല്ലാത്ത തീർക്കാൻ ബോംബെ പോയല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹൻസിക്കയുടെ പോട്ട് കാണുമ്പോൾ ഉള്ള ആ റിയാക്ഷൻ മാത്രമേ എനിക്ക് ഇച്ചിരി എന്താ പറയാ കുറച്ച് ഉള്ളിൽ നിന്ന് ബിൽഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു സാധനം. ബാക്കിയെല്ലാം കാഷ്വൽ ആണല്ലോ, ജസ്റ്റ് ക്യാപ്ചറിങ് ദ മൊമെന്റ്സ്. അതിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുറച്ച് അതൊരു ഗിംബൽ ഷോട്ട് ആയിരുന്നു. അപ്പം ഫോക്കസ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു 10-20 ടേക്ക് പോയത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ടേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോട്ട് എടുക്കുമ്പോൾ ഫോക്കസ് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് പെർഫെക്ഷനും വേണം ഇമോഷനും വേണം, രണ്ടും വേണം. കാരണം എന്റെ ഇമോഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ഫോക്കസ് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതല്ല, ഫോക്കസ് ഉണ്ട്, എനിക്ക് അവിടെ ഇമോഷൻ വന്നില്ലെങ്കിൽ സോ ഈ രണ്ടും വേണം. എന്നാൽ രണ്ടും നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ കുറെ നേരം വിഷമം പിടിച്ചു നിൽക്കണമെന്നാണ് ഞാൻ പെർഫോം ചെയ്യും. അപ്പൊ നിമിഷം പറയും ഓ കട്ട് 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 ഫോക്കസ് ഔട്ട് ഫോക്കസ് ഔട്ട്. അപ്പം എനിക്ക് പക്ഷെ അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും ആവുന്നില്ലായിരുന്നു. കാരണം എനിക്ക് അധികം സിനിമകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കാരണം എനിക്കിങ്ങനെ നല്ല എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് ആ ഷോട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫോക്കസ് ഔട്ട് ആയാലും എന്താ ഒരിക്കലും കൂടി ചെയ്യാലോ, കുറച്ചു നേരം ചെയ്യാലോ. കാരണം ഞാൻ അത് ചെയ്തോണ്ടിരിക്കും ചെയ്യും. ഓ ഇതൊക്കെ കഴിഞ്ഞ ഇനി എന്നാണോ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കും ഫോക്കസ് ഔട്ട് ആയ സാരമല്ല അപ്പൊ നിമിഷം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഫോക്കസ് ഫുൾ എടാ എന്താ നീ, ഞാൻ മനസ്സിലാക്കിയേ പോട്ടെ സാരമല്ല ഞാൻ ചെയ്തോളാം, ഐ എം ഓക്കെ അങ്ങനെ. സോ അത് നമ്മൾ ഐ വാസ് എൻജോയ് ഡൂയിങ് ദാറ്റ് തിങ്. അപ്പൊ സെൽഫ് ക്രിട്ടിക്കൽ ആയിരുന്നോ എപ്പോഴെങ്കിലും? പിന്നെ സെൽഫ് ക്രിട്ടിക്കൽ ആണ് എപ്പോഴും. കാരണം ഞാൻ തന്നെ എന്റെ എല്ലാം കണ്ട് സൂപ്പർ എന്ന് പറഞ്ഞ് കൈയടിച്ചു. പക്ഷെ ഇത് തിങ് ഈ പറഞ്ഞ പോലെ എന്റെ ചുറ്റിനും എന്റെ ലൈഫിലെ ക്രിട്ടിക്സ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ ഉണ്ട്, നിമിഷുണ്ട്, ഇത് അമ്മ സെറ്റി വരും, മിഥുൻ, ഇവരൊക്കെ അല്ലെങ്കിലും ഞാനിപ്പോ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇതിടണോ അതിടണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ ഞാൻ അവരെന്നോട് പറയും എന്തെങ്കിലും പൊട്ടയാണെങ്കിൽ പറയും, അപ്പൊ അവിടെ വെച്ച് പറയും, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എനിക്കൊരു മിറർ പോലെ അവരെല്ലാം. ഈ പറഞ്ഞല്ലോ സിനിമയിലെ അഭിനയിക്കാൻ, ഐ മീൻ യു സംടൈംസ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബിഗ് ഗ്യാപ്പ്. സംടൈംസ് അല്ല ഓൾവേസ്. പക്ഷെ ഞാൻ ലോക്കയിൽ കണ്ടു,
ഞാനും സോ ഫണ്ണി മൈ ഗോഡ്. അല്ല അപ്പൊ അത് അടുത്ത പാട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അടുത്തതില് എനിക്കറിയില്ല ഏതെങ്കിലും ഒരു പാർട്ടി വരും. ഏതിൽ വരും 5 പാട്ടുണ്ടല്ലോ. നിമിഷം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചാൽ സംടൈംസ് യു ആർ വെരി പോസിറ്റീവ് ബിക്കോസ് തനിക്ക് എന്താ വെച്ചാൽ സിനിമ മാത്രമല്ല, യു ആർ ഇൻവോൾവ് ഇൻ മൾട്ടിപ്പിൾ തിങ്സ്. അതായത് വ്ളോഗിങ്, ഇൻഫ്ലുവൻസിങ്, അതല്ലെങ്കിൽ കഥ, ഈ മ്യൂസിക് വീഡിയോ, അങ്ങനെ ബ്രാൻഡ് അംബാസഡർ. പക്ഷേ സംടൈംസ് വെൻ യു ഹാവ് ടു സീ ഓക്കെ ഫൈൻ ദ കോർ ഇസ് ഓൾ ഇൻ ദ തിയേറ്ററിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ട് ദാറ്റ് ഇപ്പൊ നാളെ എനിക്ക് ഒരു വർഷം ഒരു 10 സിനിമ ഉണ്ടെന്ന് വെച്ചാൽ ഐ വുഡ് ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് എനിക്ക് ആകണമെന്നില്ല. കാരണം എന്റെ സന്തോഷം അതിലല്ല ഡിപെൻഡ് ചെയ്യുന്നത്. എനിക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് സിനിമ. അത് വരേണ്ട സമയത്ത് വരും എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഓക്കെ ഇപ്പൊ അധികം വരാത്തത് കഷ്ടമാണ്, പക്ഷെ വരാനുള്ളതാണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ഏതൊക്കെ വഴി കൂടി വന്നിട്ടാണെങ്കിലും വരുമെന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ സമയം പോകുന്നതേ അറിയാറില്ല. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഇവര് വീട്ടിൽ ചെന്നപ്പോഴേ ഒരു റൂം മുഴുവനും ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറയാവുന്ന പ്രൊഡക്ട്സ് ഇരിക്കുക. അപ്പൊ സിന്ധു പുള്ളി ആ കുട്ടി അമ്മ ഇത് നോക്ക് രേഖ, ഇത് മുഴുവൻ ഇവർക്ക് അവരെ കൂട്ടി വെച്ചേക്കുന്നത് ഞാനല്ല കേട്ടോ, എന്റെ അനിയത്തിമാരാ. അവരെ എല്ലാം കൂട്ടി വെച്ചേക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ like I'm doing these brand works, I enjoy doing my vlogs, travel. ഏത് സ്പേസിലാണ് നോക്കിയാൽ മതി, you're always there. ഞാൻ എന്റെ ഹാപ്പിനെസ് എന്തിലാണെന്നുള്ളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ വന്നിട്ട് വേണം ഇനി എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ എന്നും പറഞ്ഞൊന്നും അല്ലെങ്കിൽ see a good film gives you a deep level of satisfaction which so many other things can't give you. പക്ഷേ ഇപ്പൊ സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ പ്രൈം ഏജിലാണ്, wherein you know I'm touchwood in the best phase of my life when I have independence, I have freedom, I'm not tied up by any responsibilities. അപ്പൊ ഇപ്പൊ ഞാൻ മാക്സിമം ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ വരുമ്പോ വരും, അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. 100% വരും. ഐ എം സോ ഹാപ്പി ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്. പലരും ഒരു സിനിമ ഒന്ന് വർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത സിനിമ പോയില്ലോ ചേച്ചി വിളിച്ച് കരയുന്നവരുണ്ട് എന്റെ അടുത്ത്. അതെനിക്ക് തോന്നുന്നു എനിക്ക് ഈ വർഷങ്ങളിലായിട്ട് ഐ വാസ് ഏബിൾ ടു മേക്ക് a passive income for me. That's it. Money is very important. പിന്നെ അത് നമുക്ക് തരുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അത് ഭയങ്കര കംഫർട്ട് ആണ്. How do you handle that money? നല്ലോണൊക്കെ I mean like I manage my finances and I do investing. എന്തൊക്കെ ചെയ്യും? സമയമുണ്ടല്ലോ കുറെ. ഈശ്വര, എന്നാൽ രാവിലെ എന്റെ വ്ളോഗ് ചെയ്യണം, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യും. പക്ഷെ I like going for trips. എക്സാക്ട്ലി, നിങ്ങളുടെ എല്ലാ ട്രിപ്പും ഞാൻ കാണാറുണ്ട്. അല്ല അപ്പൊ ഇപ്പൊ ഒരു കുഞ്ഞു മാവ വീട്ടില് വല്യമ്മന്ന് വിളിക്കണ്ടല്ലോ അല്ലേ? ഇല്ല, അവൻ ഇപ്പൊ ഒന്നും വിളിക്കാറില്ല. പക്ഷെ എന്റെ ഒരു പ്ലാൻ എന്റെ അമ്മു എന്ന് വിളിപ്പിക്കുക എന്നാണ് എന്റെ ഒരു ഇത്. എന്റെ കസിന്റെ മോൻ വന്നപ്പോ അവൻ അമ്മു എന്ന് തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഈ വല്ല ആന്റിന്നല്ല വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല, വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വലിയമ്മ സുഖമില്ല അത് കേൾക്കാൻ, ഒരു വൈബില്ല. അമ്മൂന്നോ അങ്ങനെ എന്തെങ്കിലും അവന്റെ ഇഷ്ടം. ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോഴേ നിങ്ങൾ 4 പെൺകുട്ടികളുടെ ഇടയിൽ ഇദ്ദേഹം രാജാവായിരിക്കും. അതിനെ പറ്റി കേക്കട്ടെ. ഓഫ് കോഴ്സ് ഓമി ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ മെയിൻ ക്യാരക്ടറായി. അപ്പൊ ഉച്ചയ്ക്ക് ഓമി ഫുഡ് കഴിക്കാൻ വരുന്നതും കാത്ത് നമ്മളിങ്ങനെ നിൽക്കും. CCTV ഓസിയുടെ കാറ് വെളിയിൽ വന്നതറിയുമ്പോൾ നമ്മൾ ഓടും ഗേറ്റിലേക്ക്. നമ്മൾ നമുക്ക് എല്ലാവർക്കും അടിയാ, എല്ലാവർക്കും എടുക്കണം. അങ്ങനെ ഓമി ഇദ്ദേഹം വിചാരിക്കും ഞാനൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ തന്നെ 4 ആൾക്കാരെ ചുറ്റും, പിന്നെ അമ്മൂമ്മയും മുത്തശ്ശനും. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പിള്ളേർക്ക് ഉള്ളൊരു ബെനിഫിറ്റ് ആണ് അത്. ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ അനിയത്തിമാരോട് പറയും, കണ്ടില്ലേ സി ഓമി ഈസ് മെയിൻ, അതുപോലെയാണ് ഞാൻ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഇവര് പറയും വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓമി കാരണം ഇതിപ്പം വേറെ ആർക്കും കുട്ടികളില്ല, എല്ലാവർക്കും ഫ്രീ അല്ലേ. അതെ, അപ്പൊ ഓമി മെയിൻ. ഓക്കെ, ഈ കുട്ടിയുടെ കാലം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യത്തിലേക്ക് തന്നെ തന്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ട് ഞാൻ. അതിന് അടുത്ത സെക്ഷൻ. ഓക്കെ, ടേസ്റ്റ് ദ മൊമെന്റ്. ഓക്കെ, യെസ്. അപ്പോ ചെറുപ്പകാലത്ത് കൊച്ചുകുട്ടിക്കാലത്തുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു രുചി, ഒരു മണം എന്താ? മണമൊക്കെ ഫുഡിന്റെ മണം തന്നെ ആയിരിക്കും. എനിക്ക് കൊഞ്ച് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ പാവയ്ക്ക വെച്ചൊരു കറി ഉണ്ടാക്കാറുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഒറിജിനലി കോൾഡ് പാവയ്ക്ക പിട്ല. നമ്മുടെ വീട്ടിൽ അതിന് ഫോർ സം റീസൺ പാവയ്ക്ക സൂഫ്ലെ എന്നാണ് പറയുന്നത്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ഒരു വീക്ക്നെസ് ആണ് സത്യം. ഞാനിപ്പോ തന്നെ ഒരു കുറച്ചുകൂടി ചെറുപ്പകാലത്തേക്ക് ഒരു കൊണ്ടുപോവാണേ. ദിസ് ഇസ് കോൾഡ് ഇനിപ്പ് എന്ന് പറയുന്ന ഇന്റലിജൻസ്. ദിസ് ഇസ് പൂജയുടെ
ഓക്കെ ചോക്ലേറ്റ് ആണോ? അതെ, യെസ്. അപ്പോ ഇത് ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന ഫിൽറ്റർ കോഫി, പ്യൂർ വനില ബീൻ. ഫിൽറ്റർ കോഫി ഫിൽറ്റർ കോഫി ഓർത്തോളൂ. ഞാൻ ഫിൽറ്റർ കോഫി വെച്ചേക്കാം. നല്ല പാക്കേജിങ് ആണല്ലോ. യെസ്. ഇനി ഇതിനെ പറ്റി ഇത് കഴിച്ച ഉടനെ എനിക്ക് ജീവിതത്തിൽ ഒരു മെമ്മറി പറയാം, ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി കേട്ടോ. ഫുഡ് റിലേറ്റഡ് ആണോ? ചോക്ലേറ്റ് റിലേറ്റഡ്, എന്ത് വേണമെങ്കിലും. ഓക്കെ. ഓ, സ്മെൽസ് ജസ്റ്റ് ലൈക്ക് നൈസ്. ഞാനിത് വേണം ചിലത് പറഞ്ഞ എനിക്കിത് വേണം പൂജ, പ്ലീസ് ഗെറ്റ് മീ വൺ. ഫുഡ് റിലേറ്റഡ് മെമ്മറി ഒരുപാട് ഉള്ളത് കൊണ്ട് അമ്മ അങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ കേക്ക്സ് ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ അറിയാവുന്ന ഒരാളല്ല. പക്ഷെ അമ്മ കൊച്ചിലെ തൊട്ടേ ട്രൈഫിൾ പുഡിംഗ് എന്ന് പറയുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സിനൊന്നും പുഡിംഗ് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ എപ്പോഴും അത് ഉണ്ടാക്കും. അതിൽ ലേയേഴ്സ് ആണ്. ദെയർസ് ബ്രെഡ്, there's custard, there's fruits, there's jelly. എന്നിട്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്യും. ബ്രെഡ്, ഫ്രൂട്ട്സ്, കസ്റ്റേർഡ്, ജെല്ലി, ബ്രെഡ്, ഫ്രൂട്ട്, കസ്റ്റേർഡ്. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. അപ്പൊ അത് സൈഡ് ആംഗിളിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ലേയേഴ്സ് ആണ്, ജെല്ലി, ഫ്രൂട്ട്, ബ്രെഡ്, കസ്റ്റേർഡ്, അങ്ങനെ 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 അങ്ങനെ. അപ്പൊ എന്റെ ഭയങ്കര ഒരു വിവിഡ് ഓർമ്മയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അതാക്കും. എന്നിട്ട് ഞാൻ ആ മൊത്തം പാത്രം ഇരുന്ന് കഴിക്കണം. അത് കഴിക്കുമ്പോൾ വീട്ടിൽ ആർക്കും വേണ്ട, ശത്രുക്കളേ ഇല്ല. ഞാനും അമ്മയും കൂടി അതിരുന്ന് കഴിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. കേക്ക് വാക്ക് ഇവർക്ക് ഒരു ഫ്രൂട്ട് ട്രഫിൾ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. യു ഹാവ് ടു ഈറ്റ് ദാറ്റ്. എന്തൊരു സ്വാദാന്നറിയോ. ബട്ട് ദെൻ ദിസ് ഇസ് സംതിങ് വിച്ച് യു സോ ദിസ് ഇസ് ഫോർ യു. എന്തൊക്കെ സാധനങ്ങളാ, പൂക്കളും ചോക്ലേറ്റും മിഠായി. അതെ. ഈ ഒരു ഇപ്പൊ ഫ്ലവേഴ്സിലേക്ക് വരട്ടെ. ഒരു ജീവിതകാലത്തിൽ ഇപ്പൊ തന്റെ ജീവിതത്തിൽ ഈ ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് ഒരു ഫ്ലവർ ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ഫ്ലവർ ആയിരിക്കും? ഐ തിങ്ക് ലില്ലി. ലില്ലി. ഓക്കെ. ലില്ലീസ് ആർ വെരി ലില്ലി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ലില്ലി നല്ല എലിഗന്റ് ആണ്. ലില്ലിക്ക് പല കളേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. അതുപോലെ ഐ ആം ഓൾസോ സംബഡി വിത്ത് ലൈക്ക് എ ലോട്ട് ഓഫ് ഷെയ്ഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. വെരി ഗുഡ്. ആൻഡ് yeah, they're nice to look at. പൂക്കൾ എന്നൊരു വീഡിയോ ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്കത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ റിലേറ്റ് ചെയ്ത് ഒരു, ഞാൻ പറഞ്ഞില്ലേ ശബ്ദമില്ലാണ്ട് ഞാൻ കേട്ടു നോക്കി, ശബ്ദം ഉണ്ടായിട്ടും അതിന് ഒരു യെല്ലോ ഒരു ടോൺ ഉണ്ട്, ഒരു സിസ്റ്റർഹുഡ് ഉണ്ട്. യു ഫീൽ ലൈക്ക് ഇറ്റ്. ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോൾ ഒരു പാട്ട് അതുള്ളൂ, പക്ഷേ എനിക്ക് പിന്നെ കേട്ടപ്പോൾ ഈ ചടൻ ഗ്രോയിങ് ഓൺ യു. തമാശ എന്താ വെച്ചാൽ എനിക്ക് തോന്നിയൊരു ഇമ്പോർട്ടൻസ് ഇവരുടെ ക്ലോസപ്സേ ഇല്ല. ഇവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ എന്നുകൊണ്ട് ഒരു ചേച്ചിയും അനീത്തിയും കൂടി പുറത്തേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും, അതിൽ അടിപിടികളും അതിൽ സന്തോഷം. ഇറ്റ്സ് വെരി നൈസ്ലി പുട്ട്. അത് ഭയങ്കര രസമായിട്ട്. അത് ഇറ്റ്സ് എൻ ഔട്ടിംഗ്. ഐ റിയലി എൻജോയ്ഡ്. ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് ഹൻസു ആൻഡ് ദ എൻറ്റയർ ടീം. ഇറ്റ്സ് വെരി വെരി ഗുഡ്. താങ്ക് യു. പൂക്കൾ എന്ന വീഡിയോ ഇപ്പൊ അതൊരു ഫ്ലവർ ആയിരുന്നെങ്കിൽ അതിലെങ്കിൽ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സൺഫ്ലവറിന് പ്രത്യേകിച്ച് മണമില്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല. ലില്ലിക്ക് പന്ന മണം. എനിക്ക് ഇഷ്ടമല്ല. ലില്ലി കാണാൻ ഇഷ്ടം, പക്ഷെ മണം ഇഷ്ടമല്ല. ഐ തിങ്ക് ദിസ് ഹാസ് എ വെരി കംഫർട്ടിംഗ് സ്മെൽ. റോസിന്റെ സ്മെല്ല് ഒരു കംഫർട്ടിംഗ് സ്മെല്ലാണ്. അപ്പൊ ഇതൊരു കംഫർട്ട് വീഡിയോ അല്ലേ? അതെ. അപ്പൊ അത് കറക്റ്റാ. അടുത്ത ചോദ്യങ്ങളെ ഓക്കെ. ഒരു നിമിഷത്തിന്റെ കഥയാണ്. ഓക്കെ. അപ്പൊ ഒരു സെക്കൻഡിൽ ഉത്തരം തരണോ? നിമിഷങ്ങളുണ്ടല്ലോ ജീവിതത്തില്. നിമിഷം എല്ലാവർക്കും അതാ, ഒരു മണിക്കൂറിൽ എത്ര നിമിഷമാണ്? അതെ. വേറെ ഞാൻ കുളിച്ചു വെക്കുന്നില്ല. അപ്പൊ നിമിഷത്തിൽ എനിക്ക് ഉത്തരം പറയണം. ഓക്കെ. എത്ര സെക്കൻഡ്സ് എടുക്കും ഒരു ഡയറക്ടർ ആക്ഷൻ വിളിച്ചാൽ ആ ഒരു സെറ്റില് ആ ഒരു റോളിലേക്ക് എത്താൻ എത്ര സമയം പഠിക്കും? അതിപ്പോ ആ സീനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെക്കൻഡിന്റെ സമയം ഒരു മിനിറ്റ് ഒന്നും വേണ്ട. ഒരു 5-6 സെക്കൻഡ്. ലെസ് ദാൻ 1 നിമിഷം. ഒരു 30 സെക്കൻഡ് സമയത്ത് പൂക്കൾ കാണണം എന്നൊരാളോട് പറയാൻ എങ്ങനെ ഇരിക്കും? എന്തുകൊണ്ട് കാണണം? You'll feel nice. Very good. There'll be a nice good feeling. നമുക്ക് നല്ല എന്തെങ്കിലും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ലൊരു ആഫ്റ്റർ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ലൊരു ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നൊരു തോന്നൽ. ഗുഡ് വൺ. ഒരു ഇന്റൻസ് സീൻ ചെയ്ത ശേഷം അതിന് എത്ര സമയം പിടിക്കും പുറത്തേക്ക് വരാൻ? എത്ര നിമിഷം പിടിക്കും? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റൻസ് സീൻസ് ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് ഒരു ഇമോഷനിലോട്ട് അകപ്പെട്ടു പോകുന്ന ഒരാളല്ല ഇതുവരെയ്ക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര നമുക്ക് അങ്ങ് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു സീൻ നമുക്ക് നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു റിയൽ സിറ്റുവേഷൻ ആയിട്ട് ഒരു കണക്ഷൻ വന്ന് നമുക്ക് അതിലൊരു ഡീപ്പർ കണക്ട് തോന്നിയാൽ ഐ ഡോണ്ട് നോ, മേ ബി നമുക്ക് ഭയങ്കര ഓവർവെൽഡ് ആയിട്ട് തോന്നും. പക്ഷെ ആസ് ഓഫ് നൗ ഈസിലി കട്ട്. ഒരു 10 സെക്കൻഡ് സമയം തരുന്ന ഒരാള് ഒരു ഓഡിഷൻ, ഒരു ഇഷ്ടപ്പെട്ട റോൾ, ഒരു ഓഡിഷനാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു പറഞ്ഞാൽ ഏത് റോളായിരിക്കും, എന്ത് ക്യാരക്ടറായിരിക്കും ആദ്യം എടുക്കുക?
അതിപ്പോ അവരുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് ഞാൻ എന്ത് ഇമോഷനാണ് കാണിക്കേണ്ടതെന്ന് ചോദിക്കും. ഞാൻ സൂപ്പർ മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുത്തോളൂ. അതെ. ജീവിതത്തിലെ നിമിഷങ്ങളെ കുറിച്ചിട്ടുള്ള വിചാരങ്ങൾ എന്താ? ഹൗ ഡു യു ഹാൻഡിൽ നിമിഷങ്ങൾ ഇൻ യുവർ ലൈഫ്? I am a great planner, so I do plan everything, so I manage my time and the nimishams in my life very effectively. കാരണം ഞാൻ ഇന്നലെ ആലോചിച്ചു ഇന്ന് 7 മണിക്ക് എണീക്കണം, 7:30 ആകുമ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യണം, 7:45 ആവും. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു പ്ലാനറാണ്. എന്ന് വെച്ചാൽ എല്ലാം പ്ലാൻ പ്രകാരം ചെയ്യൂന്നല്ല, ബട്ട് ഐ പ്ലാൻ ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് നൈസ്. അവനോന് പറയും ഞാൻ എന്താ ചോദിച്ചെന്ന്, എനിക്കും അറിയാം അവനോട് എന്താ ഉത്തരം പറയുന്നത്. ഗ്രേറ്റ്. ഇനി അടുത്ത സ്ഥലം. ഇനി ഞാൻ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ചെന്നൈയിലാണേ, ഇദ്ദേഹം എന്റെ കയ്യിലാ, ഞാൻ അവരുടെ കയ്യിലല്ല. എനിക്ക് ഇവിടുത്തെ വഴിയൊക്കെ അറിയാം, എന്നെ എവിടെ കൊണ്ട് ഇറക്കി വിട്ടാലും എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി. ഇപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാവുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകണം. എവിടേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്കും അറിയില്ല, ഞാൻ പോയാലും പറ്റില്ല. അപ്പൊ ശരി, അപ്പൊ അവിടെ കാണാം. എങ്ങനെ കണ്ടുപിടിച്ചു? ഇത് ഞാൻ അങ്ങനെ വഴിയിൽ വിടുമ്പോ കണ്ടുപിടിച്ചാണ്. എന്താ പേരെന്ന്, എന്താ ക്യൂട്ട് അറിയോ? ഫ്ലോറിസ്റ്റ്. Oh my god, lovely. സോ കുട്ടിയുടെ പൂക്കൾ എന്നുള്ള ഈ വീഡിയോന് വേണ്ടിട്ട് തന്നെ ഇതിലും മറ്റൊരു സ്ഥലത്ത് വരാൻ നമുക്ക് പറ്റില്ല. ഇതൊരു ഭംഗി. ഇത് നാട്ടിൽ റോഡിലാണ് ഈ സ്ഥലം, പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എന്താ ഓണർ വാസ് വെരി ഹാപ്പി ടു ഗിവ് ഇറ്റ് ടു യു ആൻഡ് ഫോർ ദ ഷൂട്ട്. അപർണ, I was so happy that we got to shoot this. അടിപൊളി. Vibe check passed. ഞാൻ സർപ്രൈസ് പറഞ്ഞ അവിടെ കേക്ക് വാക്കിൽ ഇരുന്നപ്പോ. What a great thoughtful surprise. Yes. അപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പൂക്കളെ കുറിച്ചൊരു സമുദായം ചോദിക്കാം. കുറെ പൂക്കൾ ഇവിടെ ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ ഇതിൽ നിന്നും ഒരു പൂവ് എടുത്ത് നിങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി കുഞ്ഞിവാവയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇതിൽ നിന്നും ഏത് നിന്നാലും ഈ പൂക്കൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതെടുക്കാം. കുഞ്ഞു പൂ, ലൈക്ക് ബേബി. ഇത് കൊള്ളാം. ഡൈനിങ് റൂമിൽ വെക്കണമെങ്കിൽ ഒരു പൂവ്. ഡൈനിങ് റൂമിൽ വെക്കാൻ ലില്ലി. ഓക്കെ, ലില്ലി വിടർന്ന് കഴിയുമ്പോഴത്തേനും ബിഗ് ബഞ്ചായിട്ട് ആദ്യം കുറച്ച് വിടർന്നിരിക്കും, പിന്നെ അതിങ്ങനെ വിടർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലില്ലി. കല്യാണത്തിന്, മാരേജ്, ആരുടെ കല്യാണത്തിന്, ആരുടെയെങ്കിലും അതിപ്പോ ഡെക്കോർ അനുസരിച്ചിരിക്കും. പക്ഷേ കല്യാണത്തിന് ഇത് കൊള്ളാം. ഈ ഒരു വയലറ്റ് പൂ പേഴ്സണാലിറ്റി ഉണ്ട്, ക്യാരക്ടർ ഉണ്ട് പൂവിന്. വെരി ട്രൂ, ഇറ്റ്സ് നൈസ്. ഓക്കെ, അടുത്തത് തന്റെ മേക്കപ്പ് റൂമിൽ വെക്കാൻ ഒരു പൂവ് ഏതായിരിക്കും? റൂമില് ഐ തിങ്ക് ഐ ലൈക്ക് ദിസ്. ഇന്ന് മേടിച്ചു തന്ന പൂവില്ലേ? അതെ, ഞാൻ മേടിച്ചു കൊടുത്ത പൂവാ. ഓക്കെ, ക്രിസാന്തമം പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് നല്ലതാണ്. ഞാൻ ബോട്ടണിസ്റ്റ് പ്രൊഫസറിന്റെ മകളാണ്. ചിലപ്പോ തെറ്റായിരിക്കും കേട്ടോ. ഞാൻ പക്ഷെ ഇങ്ങനത്തെ എല്ലാ പൂവിനെയും ക്രിസാന്തമം എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചിലപ്പോ അല്ലായിരിക്കും. അത് നമ്മള് തമിഴ്നാട്ടിൽ ഞാൻ എല്ലാരും കാർത്തിക്. ടെമ്പിൾ, അമ്പലത്തിലേക്ക് വെക്കാൻ മുല്ലപ്പൂ. ഓ, വെരി ഗുഡ്. യാത്രക്ക് പോകുമ്പോഴും മുല്ലപ്പൂ. ഐ ലൈക്ക് ദ സ്മെൽ ഓഫ് മുല്ലപ്പൂ. ഓക്കെ, അമ്മയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു പൂവ് എന്താ? അയ്യോ, അമ്മയ്ക്ക് മുല്ലപ്പൂവേ കൊടുക്കാൻ പറ്റും. അമ്മ മുല്ലപ്പൂ ഹരത്തിന്റെ ആളാണ്. നമ്മുടെ വീട്ടിൽ പണ്ട് മുല്ലയുണ്ട്. അപ്പം അതിനെ അമ്മ തന്നെ പറിച്ച് അമ്മ തന്നെ മുല്ലപ്പൂ കെട്ടി എവിടെ പോലും. നമുക്ക് കൊച്ചിലെ സ്കൂളിൽ പോകുമ്പോൾ മുല്ലപ്പൂ സീസണിൽ മുല്ലപ്പൂ വെച്ച് തരും. പക്ഷെ നമ്മൾ നടക്കുമ്പോഴൊക്കെ അവിടെ മുല്ലപ്പൂ വീഴും. അപ്പൊ ടീച്ചർ പറഞ്ഞു, നോ, യു ഷുഡ് ടെൽ യുവർ മദർ ടു നോട്ട് കീപ് ഫ്ലവേഴ്സ് ഫോർ യു ടു സ്കൂൾ എന്ന് പറഞ്ഞു. ഏത് സ്കൂളായിരുന്നു? ഹോളി ഏഞ്ചൽസ്. ഓക്കെ, കേരളത്തിന് വേണ്ടി ഒരു പൂ കൊടുക്കണമെങ്കിൽ അഹാന കൃഷ്ണ എന്ത് പൂവായിരിക്കും? കേരളത്തിന് വേണ്ടി നമുക്ക് ഒരു കേരളത്തിന് വേണ്ടി നല്ലൊരു താമര ഇസ് റിയലി എസ്തെറ്റിക്. ഐ ലവ് ദി എസ്തെറ്റിക് ഓഫ് എ ലോട്ടസ്. ഓക്കെ, ഫൈൻ. നല്ലതാണ്. ഈ മറ്റേ ആമ്പൽ, താമരക്കുളം, നീല കളറിലൊക്കെ ആമ്പൽ, താമര, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ എന്നുള്ള താങ്കളുടെ ഈ ഒരു വീഡിയോന്റെ സെറ്റിൽ പൂക്കൾ കൊണ്ടുവെക്കണമെങ്കിൽ അത് എന്തായിരിക്കണം? ഒബ്വിയസ്ലി സൺഫ്ലവർ. ഓക്കെ, നൈസ്. ഓക്കെ, ഇനി ഫ്ലവറും അഹാന കൃഷ്ണനുള്ള ഒരു റിലേഷൻഷിപ്പ് ഇൻ ബേസിക്കലി ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അഹാന ഇരിക്കുമ്പോൾ അത് ഏത് ഫ്ലവറിനോട് റിസംബിൾ ചെയ്യാം? ഇപ്പോഴത്തെ അവസ്ഥയാണോ ഇപ്പോഴത്തെ പൊതുവേ ഉള്ള അവസ്ഥ? സൺഫ്ലവർ. വെരി ഹാപ്പി. സൺഫ്ലവറിൽ ഇരിക്കുക കുട്ടി. പിന്നെ തന്റെ വീടും തന്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയും ഓർമ്മിപ്പിക്കുന്ന ഒരു പൂവ് ഏതാ? വീടും ചൈൽഡ്ഹുഡ് മെമ്മറിയും എന്റെ പഴയ നമ്മൾ വാടകയ്ക്ക് അമ്പലമുക്കി താമസിച്ചൊരു വീടുണ്ടായിരുന്നു. അവിടെ കോഴിപ്പൂ എന്ന് പറയുന്ന ഒരു പൂ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ലുക്സ് വെരി വിയേർഡ്. അതിന് നമ്മൾ കോഴിയുടെ തൂവല് പോലെ ഇരിക്കും അത് കാണാനേ. അപ്പൊ എനിക്ക് കൊച്ചിലെ എനിക്ക് ആ പൂ കാണുമ്പോ
ഐ യൂസ് ടു ഫൈൻഡ് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ്. നമ്മുടെ പഴയ വാടക വീട്ടിന്റെ ഫ്രണ്ടിൽ അതുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ എനിക്ക് ആ വീട് ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പൂവാണ് ഓർമ്മ വരുന്നത്. ഓക്കെ പട്ടത്തുള്ള വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇത് പട്ടത്തല്ല, ഇത് അമ്പലമുകില്. പിന്നെ ഉള്ളത് സാധാരണ ഒരു പൂക്കൾ വളരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് സോയിൽ കണ്ടീഷൻസ് ആവണം, അതല്ലെങ്കിൽ നല്ല ലൈറ്റ് വേണം. അങ്ങനെ ജീവിതത്തിൽ ശരിക്കും ഒരു റൈറ്റ് എൻവയൺമെന്റ് ഗ്രോ ചെയ്യാനായിട്ട് താങ്കൾക്ക് തോന്നിയിരിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാ? An environment which is filled with I'm really dependent on my people. So എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ ഒരു നല്ല സാഹചര്യത്തിന് they make it better, ഒരു മോശപ്പെട്ട സാഹചര്യത്തിനെ അവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. സോ an environment filled with my loved ones. വെരി നൈസ്. ഹ്യൂമൻ റിലേഷൻഷിപ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണക്ടിങ് ടു പൂക്കളുടെ വീഡിയോ കറക്റ്റ്. ഒരു ഫ്ലവർ താങ്കളുടെ സ്ട്രെങ്ത് റാദർ ദാൻ സോഫ്റ്റ്നെസ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു പൂവിനെയാണോ പറയുന്നത്? which released your strength. താങ്കളുടെ ഒരു ശക്തി ആൻഡ് താങ്കളുടെ ഒരു സോഫ്റ്റ്നെസ്സിനേക്കാൾ കൂടുതൽ ശക്തി ഉദ്ദേശിക്കുന്ന ഒരു പൂവ് ഏതാ? ശക്തി ഉദ്ദേശിക്കുന്ന ഒരു പൂവ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുക, ആക്ച്വലി എനിക്ക് ക്രിസാന്തമം പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പെട്ടെന്ന് പാടത്തില്ല. അത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമ്പോ ഈ സെറ്റ് പൂക്കൾ നമ്മൾ എപ്പോഴും അടുക്കളയിൽ വാങ്ങിച്ചു വെക്കില്ല. നമുക്ക് കാണിച്ചു തരാം. ഇത് ക്യാമറ തിരിയൂ. അതെ, ഇത് കുറെ നാള് വീട്ടിൽ നന്നായിട്ടിരിക്കും. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമ്പോഴത്തേനും ഇറ്റ് സ്റ്റേസ് ഫോർ ലൈക്ക് എ ഗുഡ് 2 weeks and all. So I think it's a very strong flower. Very good. പിന്നെ അതായത് ചില സമയത്ത് ചില ആൾക്കാർ ചില പൂക്കളുണ്ടല്ലോ, ചില ആൾക്കാരെ മാറി, അതായത് ചില സമയത്ത് ഭയങ്കര വിരിഞ്ഞ് നമ്മളെങ്ങനെ സന്തോഷം ആക്കും, ചിലവർ എല്ലാ ദിവസവും വിരിഞ്ഞ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ ഒരു പൂ മനസ്സിലുണ്ടോ എപ്പോഴും? ഇത് പൂക്കൾ കുറെ കാലത്തിന് ഒരു വൺസിന്റെ ബ്ലൂ മൂണെ വിരിയുള്ളൂ. നമ്മുടെ നിശാഗന്ധി ആണല്ലോ. പക്ഷെ അതല്ല, അതുമാതിരിയുള്ള ആൾക്കാർ ചെറി ബ്ലോസം. ഇപ്പൊ ജപ്പാൻ പോയ സമയത്ത് നമ്മൾ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയാണ് പോയത്. ആൻഡ് കൺകുളിരെ കണ്ടു എന്ന് പറയും. അപ്പം ഈ അഗൈൻ ചെറി ബ്ലോസം ജപ്പാൻ, നമ്മുടെ വീഡിയോയില് ജാപ്പനീസ് ഒരു കണക്ഷൻ. അപ്പൊ ഈ ചെറി ബ്ലോസംസ് ആ ഒരു 2 ആഴ്ചത്തേക്കാണ് പൂത്ത് നിൽക്കുന്നത്. അപ്പം അതിൽ നിന്ന് ജാപ്പനീസ് ആൾക്കാരുടെ ഒരു ടേക്ക് അവേ ആണ്, അതായത് നമ്മുടെ എന്താണ് ലൈഫിൽ എന്താണ് എപ്പോഴും എല്ലാം നല്ലപോലെ നിൽക്കണം എന്നില്ല. പക്ഷെ വെൻ നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ ഇറ്റ് വിൽ ബി അറ്റ് ഇറ്റ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. പിന്നെ ഗുഡ് തിങ്സ് ഡോണ്ട് ലാസ്റ്റ് ഫോർ എവർ എന്നുള്ളൊരു സാധനമുണ്ട്. അതൊക്കെ അവരുടെ കുറെ ഐഡിയോളജീസ് ആണ്. അതായത് ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ബട്ട് വെൻ ദ ഗുഡ് തിങ്സ് ആർ ദെയർ, എൻജോയ് ഇറ്റ് ടു ദ മോസ്റ്റ്. സ്റ്റോപ്പ് ബൈ ആൻഡ് സ്മെൽ ദ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ചെറി ബ്ലോസം ഓർമ്മ വന്നു. സൗന്ദര്യം എന്നൊരു കോൺസെപ്റ്റിന് ഒരു പൂവിനെ കൂടെ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? സൗന്ദര്യം എന്ന് പറയുമ്പോൾ പൂക്കൾ പൊതുവെ ഭയങ്കര ഭംഗിയുള്ളൊരു വസ്തുവാണ്. എനിക്ക് ഐ ഫൈൻഡ് ലില്ലീസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഇപ്പൊ ഈവൻ ഒരു മൊട്ടായിട്ട് നിൽക്കുമ്പോ വരെ അത് കാണാൻ നല്ല ഭംഗിയാണ്. ലില്ലി എന്നുള്ള പേര് ഭയങ്കര ഭംഗിയുള്ള ഒരു പേരാണ്. അപ്പൊ എനിക്ക് സൗന്ദര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ലില്ലീസ് ലൈക്ക് നല്ലൊരു സാരി കൊടുത്തൊരു ഒരു കോക്ടെയിൽ എലിഗന്റ് സാരി, അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് ലില്ലിനെ കാണുമ്പോ. നല്ലൊരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു സ്റ്റൈലി സാരി എടുത്ത് നിൽക്കുന്ന എനിക്ക് ലില്ലി കാണുമ്പോ അങ്ങനെ തോന്നും. ലില്ലീസ് എനിക്ക് ചിരിക്കാനുള്ള എത്ര വേറൊന്ന് ചില ഇപ്പൊ ഞാൻ പറയാം, റോസ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ്. ആ പൂക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിന്റെ മുള്ളുകളെയും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? സാധനം അവരെയും കെട്ടിപ്പിടിക്കാറുണ്ടോ? അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ജീവിതത്തിൽ വേണം. ഞാന് I am a perfect mix of good qualities and bad qualities. Like I have my good sides, I have my flaws, and that is what makes me a normal person. Correct. അപ്പോ നമ്മളിപ്പോ നമുക്ക് ഏതൊരാൾ, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, നമ്മുടെ ഒരു സിബ്ലിങ്ങോ പാരന്റ്സോ പാർട്ട്ണർ, നമ്മൾ അടുത്തുള്ള എല്ലാവരും നമ്മളവരെ ശരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവരുടെ നല്ല ക്വാളിറ്റീസ് മാത്രമല്ല, നമ്മൾ അവരുടെ നല്ല ക്വാളിറ്റീസും അവരുടെ മോശപ്പെട്ട ക്വാളിറ്റീസും ഒക്കെ ഇഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു appreciate the goodness while acknowledging the flaws. So that's what makes it real. ഇപ്പൊ ഇതിലെല്ലാ പൂക്കളും കണ്ടുല്ലോ. ഇനി ഞാൻ കുറച്ച് 1 വേർഡുകൾ ചോദിച്ചോട്ടെ. ഇതെല്ലാം കുട്ടിക്ക് ഇഷ്ടമാണ്, എല്ലാം ഇതിൽ ഉണ്ട് കണ്ടിന് ഇവിടെ. അത് പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തുണ്ടല്ലോ കല്യാണത്തിന് ഡെക്കോർ they started doing wedding decor. So you should think about it for your friends or for I'll tell it to my Chennai friends. Yes. Rose or lily? Lily. Bloom or bud? ബഡില്ലെങ്കിൽ ബ്ലൂമില്ല, ബ്ലൂമില്ലെങ്കിൽ ബഡില്ല, ബട്ട് ബ്ലൂം. ഓക്കെ. വൈൽഡ് ഫ്ലവർ ഓർ ഗാർഡൻ? വൈൽഡ് ഫ്ലവേഴ്സ്. ഓക്കെ. എക്സോട്ടിക്. ഓക്കെ. ഫ്രേഗ്രൻസ് ഓർ കളർ? കളർ. ഐ എം എ ലിറ്റിൽ സ്മെൽ സെൻസിറ്റീവ്. അപ്പൊ എനിക്ക് മണം ഇല്ലെങ്കിലാണ് കുറച്ചുകൂടി താല്പര്യം. തലവേദന വരും എനിക്ക് സ്മെല്ല്. പെറ്റൽസ് ഓർ തോൺസ്? പെറ്റൽസ്. അതെ. സ്പ്രിംഗ് ഓർ ഓട്ടം?
ഓ ഗോഡ്. ഓട്ടം ഫോർ നൗ, കാരണം ഞാൻ ഓട്ടം ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സ്പ്രിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവൻ സീൻ എ ഫുൾ ഫ്ലെഡ്ജ്ഡ് warm orange autumn, so I would love to experience jasmine or lotus. Jasmine or lotus, oh very beautiful. പക്ഷേ എനിക്ക് ലോട്ടസിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂവാണ് ലോട്ടസ്. ഇറ്റ്സ് സോ പ്രിറ്റി. Got you. Fresh or dried? Fresh. Bouquet or single? അയ്യോ, ബഞ്ച്. Okay. Sunlight or shade? ഇപ്പോഴത്തെ ഒരു ചൂടിന് ഷെയ്ഡ്. അപ്പൊ പൂക്കൾ എവിടെ കാണാം? അഹാന കൃഷ്ണാസ് യൂട്യൂബ് ചാനൽ. Thank you so much for this time in Chennai. Lovely catching up with It's you. always a pleasure talking to you. I know. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഹോം ടൗണിൽ, എന്റെ ഹോം ടൗണിലായിരുന്നു. ഇപ്പൊ നമ്മള് ചേച്ചിയുടെ ഹോം ടൗണിലാണ്. Thank you so much. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല. Sorry, not giving that content. Bye bye.